നമസ്കാരം, വെൽക്കം ടു PSC ചലഞ്ചർ. ഞാൻ അഖിൽ. കറണ്ട് അഫേഴ്സ് 2021 സീരീസിൽ ഫെബ്രുവരി മാസത്തിലെ 6ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത് 40ഓളം പോയിന്റുകൾ പഠിച്ചിരുന്നു. ഈ ഒരു ക്ലാസ്സോടുകൂടി ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത ഫെബ്രുവരി മാസത്തിലെ കാര്യങ്ങളെല്ലാം പഠിച്ച് തീരുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വേൾഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പാർട്ട് കൂടി ഉണ്ടാവും. അതോടുകൂടി ഫെബ്രുവരി മാസം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്ന് നമുക്ക് പറയാം. എല്ലാ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നും ഓർപ്പിക്കാറുണ്ട്, ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് തന്നെ പഠിക്കണം. ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ ക്ലാസ്സുകളുടെ സപ്പോർട്ട് കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചലഞ്ച് മറക്കാതിരിക്കുക. 1K കമൻറ്റും 1K ലൈക്കും പൂർത്തീകരിക്കുമ്പോൾ ഈ സീരീസിലെ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓരോ ചോദ്യങ്ങളുമായിട്ടാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. ആ പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് തന്നെ എടുത്ത് പഠിക്കുന്നവരെ സംബന്ധിച്ച് പദവികൾ പിന്നീട് സെപ്പറേറ്റ് പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ശ്രദ്ധിച്ചോണം, നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദവിയാണ്. ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഈ ചോദ്യത്തിന് ആൻസർ ചെയ്തുകൊണ്ട് വേണം ക്ലാസ്സിലേക്ക് കിടക്കാൻ. അതേപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ലൈവ് ഫ്രീ ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിംഗ് മേഖലയെ പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് RBI നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനായി അടുത്തിടെ നിയമിതനായ മുൻ RBI ഗവർണർ NS വിശ്വനാഥ്. മുൻ RBI ഡെപ്യൂട്ടി ഗവർണർ ആയിരുന്നു അദ്ദേഹം, NS വിശ്വനാഥ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും ഇങ്ങനെയുള്ള പദവികളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന 10th ലെവൽ പ്രിലിംസിൻ്റെ അവസാനഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടു കാണും. അതിലെ കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയോ? ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ആ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ ലഭിക്കുന്ന ഓരോ പോയിന്റുകളുടെ വാല്യൂ മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിംഗ് മേഖലയെ പരിപോഷിപ്പിക്കുന്ന ലക്ഷ്യമിട്ട് RBI നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനായി നിയമിതനായ മുൻ RBI ഗവർണർ ആരാണ്? NS വിശ്വനാഥൻ. പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിംഗ് മേഖലയെ പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് RBI നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനായി നിയമിതനായ മുൻ RBI ഗവർണർ ആരെന്ന് ചോദിച്ചാലാണ്? NS വിശ്വനാഥൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിംഗ് മേഖലയെ പരിപോഷിപ്പിക്കുന്ന ലക്ഷ്യമിട്ട് RBI നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനായി നിയമിതനായ മുൻ RBI ഗവർണർ NS വിശ്വനാഥൻ. നെക്സ്റ്റ്, ഹിമാദാസിനെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആയി നിയമിച്ച ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. നമുക്കറിയാം, കായിക മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച താരമാണ് ഹിമാദാസ്. ഹിമാദാസിനെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസായി നിയമിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ആസാമാണ്. ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു പോയിന്റ് ആണ്. അത് ശ്രദ്ധിച്ചോണം. ഹിമാദാസിനെ DSP ആയി നിയോഗിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. നെക്സ്റ്റ്, 2021 നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ആന്ധ്രാപ്രദേശാണ്. ശ്രദ്ധിച്ചോണം, കാഴ്ച പരിമിതി ഉള്ളവരുടെ ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് നാഗേഷ് ട്രോഫി. അപ്പോൾ വേണേൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നാഗേഷ് ട്രോഫി ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഇപ്പോൾ 2020-21 സീസണിലെ നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ആരാണ്? ആന്ധ്രാപ്രദേശാണ്. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ സയ്യിദ് മുസ്താഖ് അലി 2020 ക്രിക്കറ്റ് ടൂർണമെന്റ്, അതേപോലെ വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് ഇതൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, 2021 നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ആരെന്ന് ചോദിച്ചാലാണ്? ആന്ധ്രാപ്രദേശാണ്. നെക്സ്റ്റ്, അടുത്തിടെ പിമോ എന്ന പേരിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനം പുറത്തിറക്കിയ സ്ഥാപനം IIT മദ്രാസ് ആണ്. ശ്രദ്ധിച്ചോണം, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം IIT മദ്രാസിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ തദ്ദേശീയമായ മൈക്രോ പ്രോസസർ ശക്തി എന്ന പേരിൽ അതൊക്കെ നേരത്തെ പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് പോയിന്റ് ആണ്. അതൊക്കെ കറണ്ട് അഫേഴ്സിൽ പല തവണ പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഈ IIT മദ്രാസിന്റെ കണ്ടുപിടുത്തങ്ങളായിരുന്നു. അതുപോലെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തിടെ പിമോ എന്ന പേരിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനം പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ്? IIT മദ്രാസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അടുത്തിടെ
പിമോ എന്ന പേരിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനം പുറത്തിറക്കിയ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? IIT മദ്രാസ്. നെക്സ്റ്റ് പോയിന്റ്, 2021 11ാം വേൾഡ് പെട്രോൾ കോൾ കോൺഗ്രസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. ഇതൊരു എക്സിബിഷൻ ആയിരുന്നു. 2021 11ാം വേൾഡ് പെട്രോൾ കോർ കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് ആയിരുന്നു. 2021 11ാം വേൾഡ് പെട്രോൾ കോൾ കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? ന്യൂഡൽഹി. ചോദിക്കാൻ നല്ല സാധ്യത ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതൊരു വെറൈറ്റി പോയിന്റ് ആയിട്ട് തന്നെ നമുക്ക് തോന്നും. 2021 11ാം വേൾഡ് പെട്രോൾ കോൾ കോൺഗ്രസിന് വേദിയായത് ന്യൂഡൽഹി. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. 2021 IPL ലേലത്തിലെ ഏറ്റവും വിലയേറിയ താരം ദക്ഷിണാഫ്രിക്കൻ താരമായ ക്രിസ് മോറിസ് ആണ്. 2021 IPL ലേലത്തിലെ ഏറ്റവും വിലയേറിയ താരം ആരാണ്? ക്രിസ് മോറിസ്. IPL കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. IPL പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഇപ്പൊ 2021 IPL ലേലത്തിലെ ഏറ്റവും വിലയേറിയ താരം ആരാണ്? ക്രിസ് മോറിസ് ആയിരുന്നു 2021 IPL ലേലത്തിലെ ഏറ്റവും വിലയേറിയ താരം. നെക്സ്റ്റ് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമായ പെർസീവിയറൻസിൽ അംഗമായ ഇന്ത്യൻ വംശജ. ഇപ്പൊ ശ്രദ്ധിച്ചോണം, അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമായ പെർസീവിയറൻസിൽ അംഗമായ ഇന്ത്യൻ വംശജ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ സ്വാതി മോഹൻ ആണ്. നല്ല പോസിബിലിറ്റി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പെർസീവിയറൻസ് ഏത് രാജ്യത്തിന്റെ ചൊവ്വ പരീക്ഷണ ദൗത്യമാണെന്ന് ചോദിക്കാം. അത് അമേരിക്കയുടെ നാസയുടെ പ്രൊജക്റ്റ് ആണ്. അതിൽ അംഗമായ ഇന്ത്യൻ വംശജ ആരാണ്? ഡോക്ടർ സ്വാതി മോഹൻ. പഠിച്ചോണം, പേര് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഡോക്ടർ സ്വാതി മോഹൻ. നെക്സ്റ്റ്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വനിത ഷബ്നം അലി. UP നിന്നുള്ളതാണ്. ഒരു കുടുംബത്തിൽ 7 പേരെ കൊന്നു എന്ന കേസിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വനിത ആരാണ്? ഷബ്നം അലിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വനിത. എനിക്ക് തോന്നുന്നു ദയാഹർജി രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വനിത ആരാണ്? ഷബ്നം അലിയാണ്. നെക്സ്റ്റ്, ദ ടെറിബിൾ ഹൊറിബിൾ വെരി ബാഡ് ഗുഡ് ന്യൂസ്. ഇതൊരു പുസ്തകത്തിന്റെ പേരാണ്. ഇന്ത്യയിൽ യുവ എഴുത്തുകാരിൽ ഏറ്റവും ശ്രദ്ധേയായ മേഘ്ന പന്തിന്റെ പുസ്തകമാണ്. നല്ല പോസിബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. ദ ടെറിബിൾ ഹൊറിബിൾ വെരി ബാഡ് ഗുഡ് ന്യൂസ് എന്ന ബുക്ക് എഴുതിയ ആരാണ്? മേഘ്ന പന്താണ്. ദ ടെറിബിൾ ഹൊറിബിൾ വെരി ബാഡ് ഗുഡ് ന്യൂസ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? മേഘ്ന പന്ത്. ദ ടെറിബിൾ ഹൊറിബിൾ വെരി ബാഡ് ഗുഡ് ന്യൂസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? മേഘ്ന പന്ത്. ദെൻ യുണൈറ്റഡ് നേഷൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ 2020 ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ നഗരം ഹൈദരാബാദ് ആണ്. ശ്രദ്ധിച്ചോണം, നല്ല പോസിബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ ആണ്. യുണൈറ്റഡ് നേഷൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ 2020 ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ഹൈദരാബാദ്. യുണൈറ്റഡ് നേഷൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ 2020 ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ നഗരം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈദരാബാദ് ആണ്. പഠിച്ചോണം, നല്ല പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. യുണൈറ്റഡ് നേഷൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ 2020 ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. പഠിക്കുക. യുണൈറ്റഡ് നേഷൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ 2020 ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. നെക്സ്റ്റ്, അടുത്തിടെ ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസമായ പാസെക്സ് നടന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അറേബ്യൻ സീയിലാണ്. ശ്രദ്ധിച്ചോണം, അടുത്തിടെ ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരാണെന്ത്? പാസെക്സ്. ഇത് അറേബ്യൻ സീയിലാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള സൈനിക അഭ്യാസത്തെക്കുറിച്ച് പഠിച്ചു, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക അഭ്യാസത്തെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇവിടെ ഇന്തോനേഷ്യയുമായി പാസെക്സ് എന്നൊരു നാവിക അഭ്യാസം ഉണ്ടായിരുന്നു. ഇത് എവിടെയാണ് നടന്നത്? അറേബ്യൻ സീയിലാണ് നടന്നത്. അപ്പോൾ പഠിച്ചോണം, അടുത്തിടെ ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസമായ പാക്സസ് നടന്ന എവിടെയെന്ന് ചോദിച്ചാൽ അറേബ്യൻ സീയിലാണ്. ദെൻ 2021 ഫെബ്രുവരിയിൽ യുണൈറ്റഡ് നേഷൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ. നല്ല പോസിബിലിറ്റി കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2021 ഫെബ്രുവരിയിൽ യുണൈറ്റഡ് നേഷൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ പ്രീതി സിൻഹയാണ്. പഠിച്ചോണം, 2021 ഫെബ്രുവരിയിൽ യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരാണ്? പ്രീതി സിൻഹ. 2021 ഫെബ്രുവരിയിൽ യുണൈറ്റഡ് നേഷൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരാണ്? പ്രീതി സിൻഹ. ദെൻ ഇന്ത്യയിൽ ആദ്യത്തെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോർ നിലവിൽ വരുന്നത് ഏത് ഹൈവേയിലാണ്?
ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേയിലാണ്. ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോർ. അപ്പോൾ ശ്രദ്ധിച്ചോണം, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോർ നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈവേ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോർ നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈവേ ഏതാണ്? ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ ആണ്. നെക്സ്റ്റ് പോയിന്റ്, 2021 ഫെബ്രുവരിയിൽ ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം. ഇത് നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ പഠിച്ച പോയിന്റ് ആണ്. മാലിദ്വീപ് ആണ്. പഠിച്ചോണം, 2021 ഫെബ്രുവരിയിൽ ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മാലിദ്വീപ്. 2021 ഫെബ്രുവരിയിൽ ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ് ആണ്, പഠിച്ചോളൂ, ഒരു മാർക്ക് ഉറപ്പാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർമാൻ വിജയ് സാംബ്ല. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരെന്ന് ചോദിച്ചാരാണ്? വിജയ് സാംബ്ലയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർമാൻ. അതേപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഹർഷ് ചൗഹാൻ ആണ്. ഈ രണ്ടെണ്ണം പഠിച്ചോളൂ, ഒരു മാർക്ക് ഉറപ്പാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പുതിയ ചെയർമാൻ വിജയ് സാംബ്ല. വിജയ് സാംബ്ല. അപ്പൊ ഓർത്തിരിക്കാം, വിജയ് സാംബ്ല. 2, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ഹർഷ് ചൗഹാൻ. ഈ പേരുകൾ നന്നായിട്ട് പഠിച്ചോണം, ഉറപ്പാണ് ക്വസ്റ്റ്യൻ. ദെൻ അടുത്തിടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ 150 തൊഴിൽ ദിനങ്ങൾ അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ശ്രദ്ധിച്ചോണം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ 150 തൊഴിൽ ദിനങ്ങൾ അനുവദിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് ആണ്. നമുക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതിയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് ഹരിയാനയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന ഏത് സംസ്ഥാനമാണ്? ഹരിയാനയാണ്. 309 രൂപയാണ്. അതേപോലെ കേരളത്തിലെ വേതനം എന്ന് പറഞ്ഞാൽ 291 രൂപയാണ്. ഇത് രണ്ടും പഠിച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്തിടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ 150 തൊഴിൽ ദിനങ്ങൾ അനുവദിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ദെൻ 2021 ഫെബ്രുവരിയിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട പുതുച്ചേരി മുഖ്യമന്ത്രി വി നാരായണസ്വാമി. ശ്രദ്ധിച്ചോണം, 2021 ഫെബ്രുവരിയിൽ വിശ്വാസ വോട്ടിൽ പരാജയപ്പെട്ട പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ വി നാരായണസ്വാമിയാണ്. ശേഷം പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് എൻ രംഗസ്വാമി അധികാരത്തിലെത്തി ഇലക്ഷന് ശേഷം. അപ്പൊ ഈ 2 പോയിന്റും ചോദിക്കാൻ സാധ്യതയുണ്ട്. പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലാണ്? എൻ രംഗസ്വാമി. പഠിച്ചോണം, പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലാണ്? എൻ രംഗസ്വാമിയാണ് പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രി. അതേപോലെ മറ്റൊരു രീതിയിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. 2021 ഫെബ്രുവരിയിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട പുതുച്ചേരി മുഖ്യമന്ത്രി ആരാണ്? വി നാരായണസ്വാമിയാണ്. വീണ്ടും നല്ലൊരു അപ്പോയിന്റ്മെന്റ് ആണ്, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ അഡ്വൈസറി കമ്മിറ്റി ചെയർപേഴ്സണായ ആദ്യ ഇന്ത്യക്കാരൻ അജയ് മൽഹോത്ര. നല്ല പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ അഡ്വൈസറി കമ്മിറ്റി ചെയർപേഴ്സണായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അജയ് മൽഹോത്രയാണ്. യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ അഡ്വൈസറി കമ്മിറ്റി ചെയർപേഴ്സണായ ആദ്യ ഇന്ത്യക്കാരൻ അജയ് മൽഹോത്ര. അപ്പൊ ഈ നോട്ട് എഴുതി പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. പല ക്ലാസ്സുകളായിട്ട് യുണൈറ്റഡ് നേഷനിലെ പല പദവികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതൊക്കെ ഒന്ന് ഒരുമിച്ചാക്കാൻ എല്ലാവരും ശ്രമിച്ചോണം. യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിലെ അഡ്വൈസറി കമ്മിറ്റി ചെയർപേഴ്സണായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അജയ് മൽഹോത്ര. ദെൻ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ഗോവയിലാണ്. നല്ല പോസിബിലിറ്റി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് സ്ഥാപിച്ചത് എവിടെയാണ്? ഗോവയിലാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് സ്ഥാപിച്ചത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഗോവ. വീണ്ടും മധ്യപ്രദേശിലെ ഹോസംഗാബാദ് പട്ടണത്തിന്റെ പുതിയ പേര് നർമ്മദാപുരം. വേണമെങ്കിൽ ചോദിക്കാം, അടുത്തിടെ ഇന്ത്യയിലെ ഏത് സ്ഥലത്തിന്റെ പേരാണ് നർമ്മദാപുരം എന്ന് പുനർനാമകരണം ചെയ്തത്? ഏതാണ്? മധ്യപ്രദേശിലെ ഹോസംഗാബാദിന്റെ പേരാണ് നർമ്മദാപുരം എന്ന പേരിൽ പുനർനാമകരണം ചെയ്തത്. അപ്പോൾ പഠിച്ചോണം, മധ്യപ്രദേശിലെ ഹോസംഗാബാദ് പട്ടണത്തിന്റെ പുതിയ പേരെന്താണ്? നർമ്മദാപുരം. വീണ്ടും അഗ്രികൾച്ചറൽ ആക്ട്സ് 2020 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മദ്രാസ് ഹൈക്കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് AK രാജനാണ്. പഠിക്കാനും നല്ല സാധ്യതയുള്ള ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് ആ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട പേരുള്ള ഒരു പുസ്തകമായിട്ട് അഗ്രികൾച്ചറൽ ആക്ട്സ് 2020 എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? ജസ്റ്റിസ് AK രാജൻ. നെക്സ്റ്റ്
ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 400 വിക്കറ്റ് നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് അടുത്തിടെ രവിചന്ദ്രൻ അശ്വിൻ സ്വന്തമാക്കി. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 400 വിക്കറ്റ് നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരം ആരാണ്? രവിചന്ദ്രൻ അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 400 വിക്കറ്റ് നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ രവിചന്ദ്രൻ അശ്വിൻ. നെക്സ്റ്റ്, ഈ പരിവാഹൻ വ്യവസ്ഥ നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശ് ആണ്. വാഹനങ്ങളുടെ രജിസ്ട്രേഷനും മറ്റു പ്രോസസ്സിനുമായിട്ടൊക്കെ ഈ പരിവാഹൻ വ്യവസ്ഥ നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. നല്ല പോസിബിലിറ്റി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. ഈ പരിവാഹൻ വ്യവസ്ഥ നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ്. വീണ്ടും, നമ്മ ചെന്നൈ സ്മാർട്ട് കാർഡ് എന്ന പദ്ധതി നടപ്പാക്കിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ ICICI ബാങ്ക് ആണ്. ബാങ്കിങ് മേഖലയിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മ ചെന്നൈ സ്മാർട്ട് കാർഡ് എന്ന പദ്ധതി നടപ്പാക്കിയ ബാങ്ക് എന്ന് ചോദിച്ചതാണ് ICICI ബാങ്ക് ആണ്. നമ്മ ചെന്നൈ സ്മാർട്ട് കാർഡ് എന്ന പദ്ധതി നടപ്പാക്കിയ ബാങ്ക്. ദെൻ, നമ്മ കാർഗോ നടപ്പാക്കിയ സംസ്ഥാനം, കാർഗോ ആൻഡ് പാഴ്സൽ സർവീസ് ആണ് നമ്മ കാർഗോ. ഇത് കർണാടകയാണ്. നമുക്കറിയാം നമ്മ മെട്രോ ബാംഗ്ലൂർ ഒക്കെ സ്ഥിരമായി ചോദിക്കുന്നില്ല. അപ്പം നമ്മ കാർഗോ നടപ്പാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. വീണ്ടും, ജമ്മു കാശ്മീരിലെ കട്രായിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലം സ്ഥാപിതമാകുന്നു. യെസ്, ചിനാബ് ബ്രിഡ്ജ് എന്നാണ് അതിന്റെ പേര്. ഇതിനോടകം തന്നെ നമ്മൾ പല ക്ലാസ്സിൽ പഠിച്ചതാണ്. ജമ്മു കാശ്മീരിലെ കാത്രയെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലമാണ് ഇത്, ചിനാബ് ബ്രിഡ്ജ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി 2021 ഫെബ്രുവരിയിലെ കേരളം ഇന്ത്യ ഈ ഭാഗത്തുനിന്ന് ന്യൂസ് പേപ്പറിന്റെ ബേസിലുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ യാതൊരു ടെൻഷനും വേണ്ട. ക്ലാസ്സുകൾ കൃത്യമായി ഓർഡറിൽ നോട്ട് എഴുതി പഠിക്കുക. ക്ലാസ്സിനെ ബേസ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ 2020 ക്ലാസ്സുകൾ നമ്മൾ ജൂൺ വരെ ചെയ്തു, അത് കൃത്യമായിട്ട് പഠിക്കുക. എക്സാമിന് ഒരു മാസം മുമ്പ്, എക്സാം ഡേറ്റ് വരുന്ന ഒരു മാസം മുമ്പ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന, അതായത് ഞാൻ പറഞ്ഞിരുന്നു പരീക്ഷയ്ക്ക് 2 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പൂർണ്ണമായും പഠിക്കണമെന്ന്. അത് തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട ഏക സപ്പോർട്ട് ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഗ്രോവിംഗ് സ്റ്റേജിൽ മാത്രമാണുള്ളത്. അതേപോലെ നമ്മുടെ ചലഞ്ച് മറക്കാതിരിക്കുക. ആ ചലഞ്ച് പൂർത്തീകരിക്കുമ്പോൾ ഈ സീരീസിലെ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതാണ്. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്